ഇനി നീ എന്താടി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ചെല്ലങ്ങോട്ട്, നിന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഇപ്പൊ അവള് നിൽക്കേണ്ട സ്ഥാനത്താ നമ്മൾ രണ്ടുപേരും കയറി നിൽക്കുന്നെ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ ഏട്ടത്തി? ഏട്ടൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നതെന്ന് നമുക്ക് 3 പേർക്കും അറിയാം. നിന്റെ ഏട്ടനും എന്റെ ഭർത്താവുമായി പോയി, ഇല്ലെങ്കിൽ കാണായിരുന്നു. നമ്മളെ ഒന്ന് സഹായിക്കാനെങ്കിലും ഏട്ടൻ അവളെ വിട്ടൂടെ? ഇതിപ്പോ നമ്മൾ രണ്ടുപേരും തന്നെ ഈ കണ്ട കറികൾ മൊത്തം ഉണ്ടാക്കേണ്ടി വരും. ഭക്ഷണം എല്ലാം ആയിട്ടുണ്ട്, വന്ന് കഴിച്ചോളാൻ പറ അവരടുത്ത്. ആ എടുത്തി, ഞാൻ പറഞ്ഞേക്കാം. മൂന്നും കൂടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുവാണല്ലേ? മൂന്നിന്റെ ചിരി ഞാൻ നിർത്തി തരുന്നുണ്ട്. നീ എന്താടി ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? അല്ല ഏട്ടാ, ഭക്ഷണമൊക്കെ ആയിട്ടുണ്ട്, എല്ലാവരും വന്നിരിക്കെ, കഴിക്കാം. എന്നാ മക്കള് വാ, നമുക്ക് ചെന്നിരുന്ന് കഴിക്കാം. നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ടേടി, നിന്നെ ഞങ്ങളെ പൂട്ടും. എല്ലാ വിഭവങ്ങളും ഉണ്ടല്ലോ. എന്നാ മക്കൾ ഇരുന്നേ, നമുക്കിന്ന് ഉഷാറായിട്ട് ഒരു സദ്യ കഴിക്കാം. നീ എന്താ നോക്കി നിൽക്കുന്നേ? ഇരിക്ക്, വാ കഴിക്കാം. നിക്ക്, നിങ്ങളിത് എങ്ങോട്ടാ? ഇവരല്ലേ ഇന്നത്തെ അതിഥികള്, അവര് കഴിച്ചിട്ട് നിങ്ങൾ കഴിച്ചാ മതി. നിങ്ങൾ രണ്ടുപേരെന്താ നോക്കി നിൽക്കുന്നേ? ആരെങ്കിലും ഒരാളെടുത്ത് വിളമ്പന്നേ. ഏട്ടാ, ഞാൻ വിളമ്പാം. എന്താ നോക്കിയിരിക്കുന്നേ? എടുത്ത് കഴിക്കുക എല്ലാവരും. എല്ലിച്ചി, ഞാൻ മുത്തശ്ശിക്ക് കൊടുത്തിട്ട് കഴിച്ചോളാം. മുത്തശ്ശിക്കൊക്കെ ഞാൻ എപ്പോഴേ കൊടുത്തു. എനിക്കറിയാം ഇതാവുമ്പോഴേക്കും ടൈം ആവുന്ന. എന്റെ വീട്ടിലെ ഫുഡ് ഞാൻ മുത്തശ്ശിക്ക് കൊടുത്തല്ലോ. എന്നാ പിന്നെ ഞാൻ ഇളയമ്മയും വലിയമ്മയും ഒക്കെ കഴിച്ചിട്ട് പിന്നെ കഴിച്ചോളാം. അത് വേണ്ട, ഇന്നൊരു ദിവസം നീ കഴിച്ചിട്ട് അവർ രണ്ടുപേരും കഴിച്ചോളൂ. ഇത്രയും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടാണോ ഈ പെണ്ണിനെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിപ്പിച്ചേ? നന്നായിട്ടുണ്ടെന്നേ, അച്ചുവേട്ടനൊന്ന് കഴിച്ചു നോക്ക്. കൊള്ളാം. നോക്കിയിരിക്കാണ്ട് എല്ലാരും കഴിക്കുന്ന. ഇങ്ങനെ പോയ ഈ ഫുഡ് ബാക്കിയാവുന്ന എനിക്ക് തോന്നുന്നേ ഇല്ല. ഞങ്ങള് കഴിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങളിരുന്ന് കഴിച്ചോ. വാ മക്കളെ, നമുക്ക് പോകാം. ഇതിലെന്താ കഴിക്കാനുള്ള? നമ്മൾ രണ്ടും എന്താ കഴിക്കുക? നമുക്ക് കഴിക്കാതെ ഇനി നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ ചെന്നുണ്ടാക്ക. ഞാൻ ഒറ്റയ്ക്കോ? എന്ത് നോക്കി നിൽക്കാം, വാ ഇങ്ങോട്ട്. അച്ചുവേട്ടാ, അവര് ഫുഡ് ഉണ്ടാക്കി കഴിച്ചു കാണോ? പിന്നല്ലാണ്ട്. നിന്റെ ഇളയമ്മയും വലിയമ്മൊക്കെ ഫുഡ് കഴിക്കാതെ കിടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാലും അത് മുഴുവനും കഴിക്കണ്ടായിരുന്നു. താൻ എന്തിനാ അവർക്ക് വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അവരെ നേരത്തെ അറിയാലോ, അച്ചുവേട്ടൻ ഇപ്പോഴല്ലേ അറിയുന്നേ? മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ താൻ എപ്പോഴേ എൻ്റെ അടുത്ത് എത്തിയേനെ. തന്നെ പിടിച്ച് കിച്ചണിൽ കയറ്റിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഇങ്ങനെയൊക്കെ അവരെ തൻ്റെ അടുത്ത് കാണിച്ചിട്ടും തനിക്ക് എങ്ങനെയാടോ അങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുന്നത്? അവരെൻ്റെ അടുത്ത് കാണിക്കുന്ന പോലെ ഞാൻ തിരിച്ചു കാണിച്ചാ
ഞാനും അവര് തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളേ? ശരിയാ, പക്ഷേ വ്യത്യാസം കാണിക്കേണ്ടടുത്ത് കാണിക്കുക തന്നെ വേണം. അവർ തൻ്റെ അടുത്ത് എങ്ങനെയാ ബിഹേവ് ചെയ്തതെന്ന് താൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അവർ തൻ്റെ അടുത്ത് അതുപോലെ പെരുമാറിയാ ഞാൻ മുഖത്ത് നോക്കി ചോദിക്കും. അജുവേട്ടാ, അവരെന്തേലും ചെയ്യട്ടെ, നമ്മളൊന്നും മിണ്ടേണ്ട. അങ്ങനെ മിണ്ടാതിരുന്നാ അതെങ്ങനെ ശരിയാവും സിത്തു? അവര് പറയുന്ന ഇടയ്ക്ക് നമ്മൾ കയറി പറഞ്ഞാ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവൂ അജുവേട്ടാ. പോവട്ടെ, പോവണമല്ലോ. നീ ഇങ്ങനെ മിണ്ടാതിരുന്നാ അവരൊക്കെ കൂടി നിന്റെ തലയിൽ കയറി ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ ഈ വീട്ടിലുള്ളവരുടെ പെരുമാറ്റം അത് ഞാൻ പറയണ്ടല്ലോ. താൻ പറഞ്ഞതുകൊണ്ട് മാത്രം തന്നെ വിളിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ഇനി എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ വെച്ച് അവരെന്ത് മോശമായിട്ട് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും. അജുവേട്ടാ, ഞാൻ പറയുന്നു. ബിക്കോസ് യു ആർ മൈ വൈഫ്. നീ എൻ്റെ ഭാര്യയാണ്. അവർ പറയുന്ന കണ്ടു നിൽക്കാനും കേട്ടു നിൽക്കാനും എനിക്ക് പറ്റിയെന്ന് വരില്ല. കിടക്കുന്നില്ലേ താൻ? അജുവേട്ടൻ കിടന്നു, ഞാൻ കിടന്നോളാം. വെറുതെ എന്തിനാ അവിടെ ഇരിക്കുന്നേ? ഇങ്ങ് വാ, വന്ന് കിടക്ക്. ടൈം ഇത്രയായോ? സിത്തു എനിക്ക് ടൈം ഒരുപാടായി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അജുവേട്ടാ. താനിതെപ്പോഴാ ഫ്രഷായേ? ഇപ്പോ ബാത്റൂമിൽ ഞാനായിരുന്നല്ലോ. പിന്നെ താനിത് എവിടുന്നാ ഫ്രഷായിട്ട് വരുന്നേ? താഴെ പഴയ ബാത്റൂം ഉണ്ട്, ഞാൻ അവിടെ നിന്നാ ഫ്രഷ് ആയിട്ട് വരുന്നത്. പിന്നെ ഈ ബാത്റൂം എനിക്ക് മാത്രം യൂസ് ചെയ്യാനാണോ? ഇവിടെ ബാത്റൂം ഉണ്ടായിട്ട് താൻ എന്തിനാ പഴയ ബാത്റൂമിൽ ചെന്ന് ഫ്രഷ് ആവുന്നത്? അജുവേട്ടാ, ഞാൻ മുന്നേ ആ ബാത്റൂമിൽ തന്നെയാ കുളിക്കാറ്. ഞാൻ നിൽക്കുന്ന പോലെ തനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ താൻ റെഡിയാവും, നമുക്കിവിടുന്ന് പോവാം. നോക്ക് സിത്തു, നിനക്ക് കിട്ടാത്ത ഒരു സൗകര്യം എനിക്ക് വേണ്ട. അല്ലെങ്കിലും ഇത്രയും സൗകര്യം ഉണ്ടായിട്ടും താൻ എന്തിനാ ആ പഴയ പ്രവൃത്തിയിലോട്ട് പോകുന്നേ? താൻ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? അജുവേട്ടാ, എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷെ അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് സിത്തു. താൻ ചെന്ന് റെഡിയാവുക, നമുക്കിവിടുന്ന് പോവാം. അജുവേട്ടൻ ഇവിടെ നിൽക്കുന്ന പോലെ ഞാനിവിടെ നിന്നോളാം. മുത്തശ്ശിയുടെ കൂടെ കുറച്ച് ദിവസമെങ്കിലും ഞാൻ നിന്നോട്ടെ. രാവിലെ തന്നെ നമുക്ക് സന്തോഷിക്കാൻ ഒരു ഗുഡ് ന്യൂസും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ അത്? കെട്ടോളും കൂടെ പോകുവാണോ തിരിച്ച്? ഏയ്, അതൊന്നുമല്ല. പിന്നെന്താ? നിന്റെ ഏട്ടന് അർജന്റായിട്ടൊരു മീറ്റിംഗ്, എന്നിട്ട് അരിഹിലോട്ട് തിരിക്കുക. ഇത് തികച്ചും ഗുഡ് ന്യൂസ് ആണല്ലോ ഏട്ടത്തി. ദാസേട്ടനൊന്ന് പോകട്ടെ, എന്നിട്ട് വേണം അവളെ വരച്ച വരയെ നിർത്താൻ. ഭവാനി, ഞാൻ ഇറങ്ങുക. വാ, നമുക്ക് രണ്ടുപേർക്കും യാത്ര അയച്ചിട്ട് വരാം. അവിടെ എത്തിയാ ഇങ്ങോട്ട് വിളിക്കാൻ മറക്കരുതേ. ഇല്ല, ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം. ശ്രദ്ധിക്ക മോളെ. വലിച്ച് പോയിട്ട് വരാം. എപ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരാമെന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ രണ്ടുപേരും പോവുകയാണെങ്കിൽ പോയിട്ട് വരൂ കേട്ടോ. മോനെ, ഞാൻ ഇറങ്ങുക. ആ, ശരി എന്നാ. സിദ്ധിക മോള് കിച്ചണിലോട്ട് ചെല്ല്. ഇന്നലെ ഞങ്ങൾ ഉണ്ടാക്കിയത് 3 പേരും കൂടെ ഇരുന്ന് കഴിച്ചില്ലേ? ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് നീ ചെന്നുണ്ടാക്കും. ഓ കിച്ചണിലോട്ട്. പറഞ്ഞ കേട്ടില്ലേടി, ഓ. അവള് പോവില്ല. അത് മോൻ പറഞ്ഞാ പോരല്ലോ, അവള് പറയട്ടെ. പറ സിത്തു. തന്നോടാ പറയുന്നേ, പറയാൻ. അവള് പറയില്ല മോനെ. മോൻ തൽക്കാലം റൂമിൽ പോയി റെസ്റ്റ് എടുക്ക്.
കഴിക്കാനാവുമ്പോ നിന്റെ ഭാര്യ വന്ന് പറയും. അപ്പൊ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചാ മതി. അച്ചുവേട്ടാ, തന്നോട് കിച്ചണിലോട്ടല്ലേ പോവാൻ പറഞ്ഞേ? എന്തിനാ എൻ്റെ പയ്യെ വന്നത്? അച്ചുവേട്ടാ, സ്റ്റോപ്പ് ഇറ്റ് സിത്തു. തന്നോട് ഞാൻ പറഞ്ഞതാ നമുക്കിവിടുന്ന് പോവാന്ന്. താൻ പറഞ്ഞതുകൊണ്ട് മാത്രം തന്നെ വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. കുറച്ച് ദിവസം മുത്തശ്ശിയുടെ കൂടെ നിന്നോട്ടെന്നല്ലേ താൻ പറഞ്ഞേ? എന്നിട്ടൊരു 5 മിനിറ്റ് ആ മുത്തശ്ശിയുടെ കൂടെ താൻ ഇരുന്നിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല, ഇരിക്കാൻ തനിക്ക് പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാ? അതിനൊക്കെ കാരണം നിന്റെ വല്യമ്മ ഇളയമൊക്കെയാ. അവർക്ക് മുന്നിൽ താൻ എനിക്ക് എന്ത് വിലയാ തന്നതെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. അവർ പറഞ്ഞത് പോട്ടെ, എനിക്ക് വേണ്ടിയിട്ട് നീ എന്തെങ്കിലും മിണ്ടിയോ സിത്തു? സിത്തു, അച്ചുവേട്ടാ, ഞാൻ സിത്തു കരയാതെ. സിത്തു കരയാതെ. കരയാതെടാ. അച്ചുവേട്ടാ, ഞാൻ ഓട്ടേടാ, കരയാതെ. അച്ചുവേട്ടാ, അല്ലു വിളിച്ചിരുന്നു. ഓ, എന്നിട്ട് എന്തു പറഞ്ഞു? നമ്മ എപ്പോഴാ അങ്ങോട്ട് പോകുന്നേന്ന് ചോദിച്ചു. ഓഹോ, എന്നിട്ട് താനെന്താ പറഞ്ഞേ? ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അച്ചുവേട്ടാ, നമുക്കിവിടുന്ന് പോവാം. എനിക്ക് അച്ഛനും അമ്മേനൊക്കെ കാണാൻ തോന്നുവാ. ഉം? തനിക്ക് പോകണമെന്നാണെങ്കിൽ നമുക്ക് പോവാം. നമുക്ക് ഉടനെ ഇവിടുന്ന് പോവണം. എപ്പോഴാ പോകുന്നത്? മുത്തശ്ശി പറഞ്ഞു വലിച്ച വരാന് ഒരുപാട് ദിവസമാവുമെന്ന്. നമ്മുടെ അടുത്ത് പോവാൻ പറഞ്ഞു. ഡീ, എനിക്ക് രണ്ടും. ഉണ്ടാക്കിയത് മൊത്തം രണ്ടും കൂടെ നേരത്തെ ഇരുന്ന് കഴിക്കുവാണല്ലേ? സിത്തു, നീ കഴിക്ക്. ഡി, എനിക്കിടി. തൊട്ടു പോവരുത് അവളെ.